ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. തൈപ്പൂയമാണ് വരാൻ പോകുന്നത്. തൈപ്പൂയ ദിവസമാണ്, തൈമാസത്തിലെ പൂയം ദിവസമാണ് ഭഗവാന് ശ്രീ പാർവതീദേവി ശൂരപത്മാസുരനെയും താരകാസുരനെയും ഒക്കെ വധിക്കുന്നതിനായിട്ട് വേൽ എന്ന ആയുധം നൽകിയതായി പറയുന്നത്. അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് പൂയം ദിവസം വളരെ വിശേഷത്തോടു കൂടി കാവടിയെടുത്ത് ഭക്തന്മാർ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. ഭഗവാന്റെ ജനനം തന്നെ ശൂരപത്മാസുരനെയും താരകാസുരനെയും ഒക്കെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ അസുരന്മാർ ദേവലോകം കൈവശപ്പെടുത്തുകയും ദേവന്മാരെയെല്ലാം അവിടെ നിന്നും ആട്ടിപ്പായിക്കുകയും അവരെ കൊണ്ട് വളരെ നീചമായ പ്രവർത്തികളൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്തു. ശിവപുത്രന് മാത്രമേ തങ്ങളെ വധിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ശൂരപത്മാസുരനൊക്കെ വരം മേടിച്ചിരിക്കുന്നത്. ആ സമയത്ത് ശൂരപത്മാസുരൻ വിചാരിച്ചിരുന്നത് ശിവന് ഇനി പുത്രൻ ജനിക്കുകയില്ല, കാരണം ശിവൻ ഇപ്പോൾ വലിയ തപസ്സിലാണ്. സതീദേവിയുടെ ദേഹവിയോഗത്തിനു ശേഷം ഭഗവാൻ ശങ്കരൻ കൊടും തപസ്സിലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയൊരു പുത്രൻ ജനിക്കുകയില്ല എന്ന വിശ്വാസത്തിലാണ് ഈ അഹങ്കാരമൊക്കെ ഇവർ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്. ദേവന്മാർ അതിനു വേണ്ടിയിട്ടാണ് ശിവപാർവതി വിവാഹത്തിന് വട്ടം കൂട്ടുന്നത്, കാമദേവൻ മലരം പെയ്യുന്നത്. ആ കഥയൊക്കെ നമ്മൾ സ്കന്ദ ഷഷ്ഠി സമയത്ത് വിശദമായി തന്നെ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ അങ്ങനെ ശ്രീ പാർവതീദേവിയുടെയും മഹാദേവൻ്റെയും വിവാഹത്തിനു ശേഷം ഭഗവാന്റെ ജനനം നടക്കുന്നു. ആ ഭാഗം മുതൽ ഒന്ന് നോക്കാം. ശൂരപത്മാസുരൻ്റെ പിടിയിൽ നിന്ന് ത്രിലോകങ്ങളെ മോചിപ്പിക്കുന്നതിന് ശിവപാർവതിമാർക്ക് ഒരു കുമാരൻ ജനിക്കേണ്ടതുണ്ട്. ശിവപാർവതി പരിണയം നടന്നിട്ട് വളരെ കാലം കഴിഞ്ഞിട്ടും ഭഗവാന്റെ മൗനനിഷ്ഠയ്ക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഇത് ദേവന്മാരിലും മഹർഷിമാരിലും അത്ഭുതവും അമ്പരപ്പും ഉളവാക്കി. ശ്രീ പാർവതീദേവിയെ ഭഗവാൻ ജീവിതസഖിയായി സ്വീകരിച്ചു കഴിയുന്നതോടെ ഭഗവാന്റെ വ്രതത്തിന് ഭംഗം സംഭവിക്കുമെന്നും കുമാരൻ്റെ ജനനം നടക്കുമെന്നും വിശ്വസിച്ച് സമാധാനത്തോടെയും പ്രതീക്ഷയോടെയും കഴിഞ്ഞു വന്നിരുന്ന ദേവന്മാർക്ക് ഇച്ഛാഭംഗമുണ്ടായി. ശിവശക്തിമാരുടെ കുമാരന് മാത്രമേ ശൂരപത്മാസുരനെയും മറ്റസുരന്മാരെയും വധിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനമുണ്ടാവുകയുള്ളൂ. എല്ലാം അറിയുന്ന ചന്ദ്രകലാധരൻ ഒന്നും അറിയാത്തവനെ പോലെ തപസ്സനുഷ്ഠിച്ചു കഴിയുന്നു. എന്തുകൊണ്ടാണിങ്ങനെ? ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ദേവന്മാർക്ക് യാതൊരു സമാധാനവും ഇല്ലാതെയായി. പാർവതി പരിണയത്തിനു ശേഷവും ഭഗവാൻ മൗനനിഷ്ഠ തുടർന്നു പോരുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാവാം? വിഷ്ണു ഭഗവാനും ബ്രഹ്മദേവനും ഇന്ദ്രനും മറ്റു ദേവന്മാരും തല പുകഞ്ഞാലോചിച്ചിട്ടും അവർക്ക് യാതൊരു ഉത്തരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മഹാമേരു പർവ്വതത്തിൽ കൂടിയിരുന്നു അവർ. എന്നിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പ്രതിസന്ധികൾ അധികം നേരിട്ട് പരിചയമില്ലാത്തവരാണ് ദേവന്മാർ. ദേവന്മാർ സുഖിമാന്മാരുമാണ്. ദുഃഖവും ദുരിതവും അവർക്ക് പേടിയാണ്. സുഖഭോഗങ്ങളിൽ മുഴുകിക്കഴിയുമ്പോൾ അറിയാതെ ചെയ്യുന്ന ദൈവനിന്ദയ്ക്കും ദുഷ്കർമ്മങ്ങൾക്കും പകരം തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അവർ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഇപ്പോൾ ഇവർ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് കാരണവും അവരുടെ കർമ്മഫലങ്ങൾ തന്നെയാണ്. എങ്കിലും തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിയുകയും ഏറ്റുപറയുകയും പ്രതിവിധിക്കായി ആവത് പ്രവർത്തിക്കുകയും അവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പ്രപഞ്ചനാഥനായ ഭഗവാൻ ഉറക്കം നടിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ വേവലാതിപ്പെടുകയാണ്. പാപഭാരം കുറയുമ്പോൾ കർമ്മഫലങ്ങൾ അകന്ന് സമാധാനം കൈവരേണ്ടതാണ്. എന്നാൽ തങ്ങളുടെ കാര്യത്തിൽ അത് സാധ്യമാകുന്നില്ല. എന്തുകൊണ്ടാണിങ്ങനെ? ഇങ്ങനെ ചിന്തിച്ച് അവർ പരസ്പരം ആലോചിക്കുന്നു. ഓരോരുത്തർക്കും വെവ്വേറെ അഭിപ്രായങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മഹാമേരു പർവ്വതത്തിലെ ദേവസമ്മേളനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് ബ്രഹ്മദേവനായിരുന്നു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഇഷ്ടവരദാനം ചെയ്യുന്നവനാണ് ഭഗവാൻ.
എന്നാൽ അത് ദുഷ്ടന്മാർക്ക് ലഭിക്കുമ്പോൾ ത്രിലോകങ്ങളും അതിൻ്റെ ദുരിതം അനുഭവിക്കുവാൻ വിധിക്കപ്പെടുന്നു. ഇവിടെ ശൂരപത്മാസുരന് വരം നൽകിയ ഭഗവാൻ തന്നെ നമ്മുടെ രക്ഷിതാവായും ഭവിക്കേണ്ടതായിട്ടുണ്ട്. അരയാൽ വൃക്ഷച്ചുവട്ടിൽ ചിന്മുദ്രാധാരിയായിരുന്ന ശ്രീ പരമേശ്വരൻ നമ്മുടെ പ്രാർത്ഥനയിൽ പ്രീതനായി പരിഹാരം നിർദ്ദേശിച്ചിരുന്നതാണ്. പാർവതി പരിണയത്തിനു ശേഷം കുമാരൻ ജനിക്കുമെന്നും ആ കുമാരൻ അസുരന്മാരെ നിഗ്രഹിക്കുമെന്നും അങ്ങനെ നമ്മുടെ അടിമത്തം അവസാനിപ്പിക്കുമെന്നും ഭഗവാൻ വരം നൽകിയിരുന്നതാണ്. എന്നാൽ ഭഗവാൻ പരാശക്തിയായ ദേവിയെ പരിണയം ചെയ്തിട്ട് വർഷങ്ങൾ പലതു കടന്നുപോയിരിക്കുന്നു. ഇപ്പോഴും ഭഗവാൻ പരമേശ്വരൻ യോഗനിദ്രയിലും ദേവി കന്യകയായും തുടരുന്നു. അദ്ദേഹത്തെ യോഗനിദ്രയിൽ നിന്ന് ഉണർത്തണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന മാത്രമാണ് ഒരേ ഒരു മാർഗം. എന്നാൽ അതിനു മുമ്പായി ഭഗവാൻ മഹേശ്വരൻ്റെ സന്നിധിയിൽ പോയി ആരെങ്കിലും അവിടുത്തെ ഗതിവിഗതികൾ അറിഞ്ഞു വരേണ്ടതായിട്ടുണ്ട്. ഈ ദൗത്യം നിർവഹിക്കുവാൻ സർവദാ യോഗ്യൻ വായുദേവനാണ് എന്നാണ് എൻ്റെ പക്ഷം. ഇങ്ങനെ ബ്രഹ്മദേവൻ പറയുകയാണ്. ബ്രഹ്മദേവൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ വായുദേവൻ ഇങ്ങനെ പറഞ്ഞു: ശാന്തം, പാവം. ശ്രീ പരമേശ്വരൻ്റെ സവിധത്തിലെത്തുന്നവർക്ക് ഉടലോടെ മടങ്ങി വരാൻ സാധിക്കുമെന്ന് എന്താണ് ഉറപ്പ്? കാമന് സംഭവിച്ചത് എനിക്കും സംഭവിക്കട്ടെ എന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? എൻ്റെ ശക്തിയും ആവശ്യവും ത്രിലോകവാസികൾക്ക് മതിയായെങ്കിൽ ദേവസവിധത്തിലേക്ക് എന്നെ അയച്ചുകൊള്ളുക. വായുദേവന്റെ പേടി കണ്ടപ്പോൾ ബ്രഹ്മദേവൻ പലതും പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുവാൻ നോക്കുന്നു. പക്ഷേ വായുദേവൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ബ്രഹ്മദേവൻ വായുദേവന്റെ ശക്തിയെ വാഴ്ത്തി സംസാരിച്ചു തുടങ്ങി. മുഖസ്തുതി ആരാണ് ഇഷ്ടപ്പെടാത്തത്? ഇങ്ങനെ പറയുകയാണ് വായുദേവനോട് ബ്രഹ്മദേവൻ: എവിടെയും നിർഭയം കടന്നു ചെല്ലാനും സ്വന്തം ശക്തി കൊണ്ട് ആരെയും കീഴ്പ്പെടുത്തുവാനും കഴിവുള്ള മാരുതൻ പ്രാണഭയത്താൽ സ്വധർമ്മം വിസ്മരിക്കരുത്. പ്രശംസാവചനങ്ങളിൽ പോലും ഒരു ഭീഷണിയുടെ സ്വരം വായു ഭഗവാൻ തിരിച്ചറിയുകയാണ്. തൻ്റെ ഇച്ഛയ്ക്കെതിരായി ശിവനിന്ദ ചെയ്യുവാൻ താൻ നിർബന്ധിതനാവുകയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ എന്തും സംഭവിച്ചു കൊള്ളട്ടെ എന്നുറപ്പിച്ചുകൊണ്ട് വായുദേവൻ ശിവസന്നിധിയിലേക്ക് യാത്രയാകുന്നു. കൈലാസാദ്രിയുടെ താഴ്വരകളിൽ മതിച്ചൊഴുകുന്ന പുണ്യ സരസ്സുകളെ തഴുകി പൂക്കളുടെ സുഗന്ധം ഒപ്പിയെടുത്ത് പവനൻ കൈലാസത്തിൽ എത്തിച്ചേരുന്നു. എന്നാൽ ശിവശക്തിമാർക്ക് കണ്ണിൽ എണ്ണയൊഴിച്ച് കാവൽ നിന്നിരുന്ന നന്ദികേശ്വരൻ വായു ഭഗവാന്റെ അകത്തേക്കുള്ള പ്രവേശനം തടയുന്നു. നന്ദീശ്വരന്റെ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം ശ്രവിച്ചു വായുദേവൻ ഞെട്ടിവിറയ്ക്കുന്നു. അരൂപിയായി ശിവസന്നിധിയിലേക്ക് എത്താമെന്നുള്ള അതിമോഹം വെടിഞ്ഞ് വായുദേവൻ സ്വരൂപം പ്രാപിച്ച് നന്ദികേശനെ പ്രണമിച്ചു. തുടർന്ന് താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ച് അദ്ദേഹം നന്ദീശ്വരനെ ധരിപ്പിച്ചു. മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇന്ദ്രാദി ദേവന്മാരും ശ്രീ പരമേശ്വരനെ വന്നു കാണുന്നതിന് നിശ്ചയിച്ചിരിക്കുകയാണെന്നും അതിനു മുമ്പായി സർവേശ്വരന്റെ നില അറിഞ്ഞു വരുന്നതിന് അവർ തന്നെ നിയോഗിച്ചയച്ചതാണെന്നും അദ്ദേഹം ഭഗവാന്റെ കാവൽ ദേവനെ അറിയിക്കുന്നു. ഒപ്പം തൻ്റെ ആഗമനത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിക്കാതിരുന്നതിന് അദ്ദേഹത്തിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. വായുദേവന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലായപ്പോൾ നന്ദീശ്വരൻ അടങ്ങി. അദ്ദേഹം വായുദേവനോട് ക്ഷമിച്ചു. എന്നാൽ ഒരു കാരണവശാലും ഭഗവാന്റെ സന്നിധിയിൽ കടക്കുന്നതിന് അനുവാദം നൽകിയില്ല. അസാധ്യമായ കാര്യത്തിന് കോപ്പുകൂട്ടാതെ എത്രയും പെട്ടെന്ന് മടങ്ങിപ്പൊയ്ക്കൊള്ളുവാൻ നന്ദിദേവൻ വായു ഭഗവാനോട് കൽപ്പിച്ചു. നിരാശനും അപമാനിതനുമായ വായുദേവൻ
മഹാമേരു പർവ്വതത്തിൽ മടങ്ങിയെത്തി. അവിടെ സമ്മേളിച്ചിരുന്ന ദേവന്മാരെ ഈ വിവരങ്ങളെല്ലാം അറിയിച്ചു. അങ്ങനെ താൻ കൈലാസത്തിൽ എത്തിച്ചേർന്ന കാര്യവും അരൂപിയായി ദേവസന്നിധിയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ കാവൽ ദേവന്റെ പിടിയിൽ അകപ്പെട്ടുവെന്നും അദ്ദേഹം അവർക്ക് വിവരിച്ചു കൊടുത്തു. മുൻജന്മ സുഹൃതം കൊണ്ട് മാത്രമാണ് നന്ദീശ്വരൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ കിട്ടിയതെന്നും കൂടി വായുദേവൻ ദേവന്മാരോട് പറഞ്ഞു. വായുദേവൻ ഇത്രയും പറഞ്ഞപ്പോൾ ദേവന്മാർ വീണ്ടും വിഷമിക്കുകയാണ്. ഏവരും ഒരുമിച്ച് കൈലാസത്തിലെത്തി ഭക്തിയോടുകൂടി ശിവഭഗവാനെ സ്തുതിച്ച് പ്രത്യക്ഷപ്പെടുത്തുക മാത്രമാണ് ഒരേ ഒരു മാർഗം എന്ന നിഗമനത്തിൽ അവരെത്തിച്ചേരുന്നു. സകല തിന്മകളുടെയും മൂർത്തിരൂപമായ ശൂരപത്മാസുരൻ്റെയും അവൻ്റെ മറ്റു ഗണങ്ങളുടെയും ദാസ്യവേലകൾ ചെയ്ത് അപമാനിതരായി ജീവിക്കുന്നതിലും ഭേദം പരമാത്മാവായ ഭഗവാന്റെ കൃപാകടാക്ഷത്തിനായി പ്രാർത്ഥിച്ച് ജീവിതം തള്ളി നീക്കുക തന്നെ ഉത്തമം എന്ന് അവർ തീരുമാനിക്കുന്നു. കൈലാസത്തിലെത്തിയ ശേഷം ദേവന്മാർ നന്ദീശ്വരൻ്റെ അനുവാദം വാങ്ങി. ശിവപാർവതിമാർ ഇരുന്നരുളുന്ന മണ്ഡപത്തിൽ അവർ എത്തിച്ചേർന്നു. ദേവന്മാർ മഹാദേവനെ സ്തുതിച്ചു. കൈലാസത്തിൽ നിന്നുയരുന്ന പഞ്ചാക്ഷരീ ജപം പ്രപഞ്ചമെങ്ങും പ്രതിധ്വനിച്ചു. കാരുണ്യമൂർത്തിയായ ശ്രീ പരമേശ്വരൻ ഉമയോടൊപ്പം ദേവന്മാർക്ക് ദർശനമരുളി. വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണല്ലോ സാക്ഷാൽ മഹേശ്വരൻ. മായാബദ്ധരായി തൻ്റെ നിസ്സംഗതയിൽ ഭീതരായി കുമാരജനനത്തിനു വേണ്ടി തന്നെ ഉണർത്താനെത്തിയിരിക്കുന്ന ദേവന്മാരെ നോക്കി അദ്ദേഹം പുഞ്ചിരി തൂകി. അനന്തരം എന്തു വരമാണ് വേണ്ടതെന്ന് അവരോട് ആരാഞ്ഞു. ദേവകൾക്ക് ആശ്വാസമായി. അവർ തങ്ങളുടെ സങ്കടം അദ്ദേഹത്തെ അറിയിക്കുന്നു. മുമ്പ് ഭഗവാന്റെ കൃപയാൽ തങ്ങൾ അനുഭവിച്ചിരുന്ന സുഖവും സമാധാനവും വീണ്ടും സിദ്ധിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അവർ ഭഗവാനോട് ആവശ്യപ്പെട്ടു. അസുരന്മാരുടെ ആധിപത്യം നരകതുല്യമാണ്. അതിൽ നിന്ന് ശാശ്വതമായ മോചനം വേണം. ഭഗവാൻ നിസ്സംഗത വെടിഞ്ഞ് കുമാരജനനം സാധിച്ചു തരണം. അസുരഭരണത്തിൻ്റെ കീഴിൽ ഞെരിഞ്ഞമരുന്ന സത്യധർമ്മങ്ങൾക്ക് സംരക്ഷണം നൽകണം. ഇങ്ങനെ ദേവകൾ സങ്കടത്തോടുകൂടി അപേക്ഷിക്കുന്നത് കേട്ടപ്പോൾ ഭഗവാന്റെ മനസ്സ് അലിഞ്ഞു. അവരുടെ പ്രാർത്ഥന കൈക്കൊണ്ട് വൈകാതെ തന്നെ താൻ കുമാരൻ്റെ ജനനം നിറവേറ്റുന്നതാണെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. എന്നാൽ അതുവരെയും ശാന്തസ്വരൂപിയായി കാണപ്പെട്ടിരുന്ന ശ്രീ പരമേശ്വരൻ പെട്ടെന്നു തന്നെ രൗദ്രാകാരനായി മാറി. ഭഗവാന്റെ ആ ഭാവഭേദത്തിൽ പ്രപഞ്ചമാകെ നടുങ്ങി വിറച്ചു. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ദേവന്മാർ ഭയന്നു വിറച്ചു. ആകാശം ഇരുണ്ടു. മിന്നൽ പിരണുകൾ ചിതറി. ഇടിമുഴങ്ങി. സമുദ്രങ്ങൾ ആർത്തിരുമ്പി. പഞ്ചമുഖനായി കാണപ്പെട്ടിരുന്ന മഹാദേവൻ ജ്ഞാനികളും യോഗികളും മാത്രം കണ്ടറിഞ്ഞിരുന്ന അധോമുഖമുൾപ്പെടെ 6 ദിവ്യമുഖനായി പ്രത്യക്ഷപ്പെട്ടു. പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നരുളിയിരുന്ന ശ്രീ ഗംഗാധരൻ്റെ 6 മുഖങ്ങളിലെ നെറ്റിക്കണ്ണുകളിൽ നിന്ന് തീപ്പൊരികൾ ചിതറി. ആ അഗ്നിസ്ഫുലിംഗങ്ങൾ സകല ചരാചരങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് 6 സ്ഥാനങ്ങളിൽ സ്വർണവർണ്ണ പ്രഭ വിതറി ആളി പടർന്നു നിന്നു. ആ അവതാരങ്ങളിൽ കൂടി അത്ഭുതങ്ങൾ അനേകം സംഭവിച്ചു. എങ്കിലും ഒരൊറ്റ ജീവനു പോലും ആപത്ത് സംഭവിച്ചില്ല. ചരാചരങ്ങളെ മാത്രമല്ല ആ ദിവ്യ തേജസ് ഭയപ്പെടുത്തിയത്. തൻ്റെ വാമഭാഗമെന്നറിയപ്പെട്ടിരുന്ന ശ്രീ പാർവതീ ദേവിയിൽ പോലും ആ ദിവ്യ ജ്യോതിസുകൾ ഭയപ്പാടുളവാക്കി. ദേവി തൻ്റെ പാതാരവിന്ദങ്ങളിൽ ധരിച്ചിരുന്ന നവരത്ന ചിലമ്പുകൾ കിലുങ്ങുമാറ് സിംഹാസനത്തിൽ നിന്നുമിറങ്ങി അന്തഃപുരം ലക്ഷ്യമാക്കി വേഗത്തിലോടി. അപ്പോൾ മഹാദേവിയുടെ തൃപ്പാദത്തിൽ ചാർത്തിയ ചിലമ്പുകൾ തറയിൽ വീണുടഞ്ഞ്
അവയിലെ നവരത്നങ്ങൾ അങ്ങിങ്ങായി തെറിച്ചു വീണു. ആ ശിവ തേജസ്സിനു മുമ്പിൽ ദേവന്മാർക്കും നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവർ കാളകൂട വിഷത്തെ ദർശിച്ച ഭയത്തോടുകൂടി അങ്ങങ്ങായി ഓടിമറഞ്ഞു. അഗ്നിജ്വാലയിൽ നിന്ന് എങ്ങനെയെങ്കിലും പ്രപഞ്ചവാസികളെ രക്ഷിക്കണമല്ലോ എന്നു കരുതി ദേവേന്ദ്രൻ മഹാദേവനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. മഹാദേവ, ക്രൂരന്മായ അസുരന്മാർക്ക് അടിമകളായി ദുഃഖം അനുഭവിച്ചു പോരുന്നവരാണ് ഞങ്ങൾ. ആ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി അവിടുത്തേക്ക് ഒരു പുത്രൻ പിറക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈയുള്ളവർ പ്രാർത്ഥിച്ചത്. അതിനു പകരം അവിടുന്ന് കനിഞ്ഞു നൽകിയിരിക്കുന്നതെന്തോ അത് സംഹാരരൂപമായി ദർശനമരുളുന്ന തേജോ നികുഞ്ചമായി മാറിയിരിക്കുകയാണ്. ശങ്കര ഭഗവാനെ, അടിയങ്ങൾ എന്തപരാധമാണ് ചെയ്തത്? അവിടുത്തെ നേത്രങ്ങളിൽ നിന്നുത്ഭവിച്ചിരിക്കുന്ന ഈ തീപ്പൊരികൾ ത്രിലോകങ്ങളെയും നീറ്റുകയാണ്. ആ ഉഗ്രജ്വാലയേറ്റ് ജീവരാശികൾ കഷ്ടപ്പെടുന്നു. തെറ്റുകുറ്റങ്ങൾ പുറത്ത് അടിയങ്ങളോട് അവിടുന്ന് ദയ കാട്ടണം. തുടർന്ന് മറ്റു ദേവന്മാരും ബ്രഹ്മദേവനും മഹാവിഷ്ണുവും ഗംഗാധരനോട് പ്രാർത്ഥിച്ചു. അതോടുകൂടി 6 തേജോവദനങ്ങളോടെ ജ്വലന ഭീമാകാരമായി ദർശനമരുളി നിന്നിരുന്ന ശ്രീ മഹാദേവൻ ഏകമുഖത്തോടെ ദിവ്യനായി ശാന്തനായി പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ തൃക്കണ്ണുകളിൽ നിന്നും ബഹിർഗമിച്ച അഗ്നിജ്വാലകൾ തൻ്റെ മുമ്പിൽ തന്നെ വരുമാറാകട്ടെ എന്ന് മഹാദേവൻ മനസ്സിൽ നിശ്ചയിച്ചു. പ്രപഞ്ചമെങ്ങും പരന്നു ജ്വലിച്ചു നിന്നിരുന്ന ആ ശിവാഗ്നി നാളങ്ങൾ ഉടൻ തന്നെ 6 രൂപങ്ങൾ പ്രാപിച്ച് തിരുസന്നിധിയിൽ ഭവ്യതയോടെ വണങ്ങി നിന്നു. ദിവ്യപ്രഭ ചൊരിയുന്ന ആ ഷഡ് ജ്യോതിസുകളെ വീക്ഷിച്ച് ശ്രീ മഹാദേവൻ മന്ദഹസിക്കുന്നു. ദേവന്മാർ ആശ്വസിച്ചു. അഗ്നിദേവനെയും വായുദേവനെയും അരികിൽ വിളിച്ച് മഹാദേവൻ ഇങ്ങനെ അറിയിച്ചു: അല്ലയോ ദേവന്മാരെ, ഈ ശിവജ്യോതിസുകളെ കരങ്ങളിൽ വഹിച്ചു ചെന്ന് ഗംഗയിൽ ഒഴുക്കിയാലും ഗംഗാദേവി ഈ പ്രഭാപൂരങ്ങളെ ശരവണപ്പൊയ്കയിൽ എത്തിക്കുന്നതാണ്. മഹാദേവന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് ദേവന്മാർ ഭയപ്പെട്ടു. അവർക്ക് ആശങ്കയുണ്ടായി. ക്ഷണനേരം കൊണ്ട് ത്രിലോകങ്ങളെയും ഭസ്മീകരിക്കുന്നതിന് ശക്തിയുള്ള ഈ ശിവജ്യോതിസുകളെ വഹിച്ചുകൊണ്ട് പോവുക എന്നത് അടിയങ്ങളാൽ സാധ്യമാകുമോ? ഇങ്ങനെ അവർ ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഭയപ്പെട്ടു നിന്നിരുന്ന ദേവന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് മഹാദേവൻ ഇപ്രകാരം അരുളി ചെയ്തു: അഗ്നിദേവ, പ്രിയപ്പെട്ട വായുദേവ, ഭയങ്ങൾ വെടിഞ്ഞാലും ഈ ത്രിഭുവനങ്ങളെയും വഹിക്കുവാനുള്ള ദിവ്യശക്തി നാം നിങ്ങൾക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. അഗ്നിസ്ഫുലിംഗങ്ങളെ വഹിച്ചുകൊണ്ട് ഗംഗാനദിയിലേക്ക് പുറപ്പെട്ടാലും ഈ ജ്യോതിസുകൾ ഗംഗാനദി വഴി ശരവണപ്പൊയ്കയെ പ്രാപിച്ച് തിരുകുമാരനായി സർവശക്തനായി അറുമുഖനായി അവതരിക്കുന്നതാണ്. ശൂരപത്മാദി അസുരന്മാരെ നിഗ്രഹിച്ച് കുമാരൻ നിങ്ങൾക്ക് അഭയമരുളുന്നതാണ്. അത് കേട്ടപ്പോൾ ദേവന്മാരെല്ലാവരും വളരെയധികം സന്തോഷിച്ചു. ഹരഹര മഹാദേവ എന്ന് പരമേശ്വരനെ സ്തുതിച്ച് അവർ കൈലാസാദ്രിയിൽ നിന്ന് യാത്ര തിരിച്ചു. ഈശ്വരന്റെ കൽപ്പന ശിരസാവഹിച്ച അഗ്നിദേവനും വായുദേവനും ജീവജ്യോതിസുകളെ കരത്തിൽ വഹിച്ചുകൊണ്ട് ഗംഗാദേവിയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മഹാവിഷ്ണു, ബ്രഹ്മദേവൻ, ദേവേന്ദ്രൻ മുതലായ ദേവന്മാർ വളരെയധികം സന്തോഷത്തോടുകൂടി കുമാരന്റെ അവതാരം ദർശിക്കുന്നതിനായി വായുദേവനെ അനുഗമിച്ചു. 1 നാഴിക നേരം കടന്നു. ശിവാഗ്നി ചൊരിയുന്ന താപം സഹിക്കവയ്യാതെ വിഷമിച്ച വായുദേവൻ ആ അഗ്നിസ്ഫുലിംഗങ്ങളെ അഗ്നിദേവനെ ഏൽപ്പിച്ചു. 1 നാഴിക പിന്നിട്ടപ്പോൾ അഗ്നിദേവൻ തിരികെ വായുദേവനെ ഏൽപ്പിച്ചു. ഇപ്രകാരം വായുദേവനും അഗ്നിദേവനും മാറി മാറി വഹിച്ചുകൊണ്ടു ചെന്ന് ഭയഭക്തി പുരസരം ഗംഗാതീർത്ഥത്തിൽ അർപ്പിച്ചു. അതോടെ അർപ്പിക്കപ്പെട്ട
അഗ്നിപ്പൊരുളുകളുടെ ശക്തിവിശേഷത്തിൽ ഗംഗാജലം തിളച്ചു മറഞ്ഞു. ഗംഗാദേവി അതീവ ശ്രദ്ധയോടുകൂടി ശിവാഗ്നി കിരണങ്ങളെ തൻ്റെ കുഞ്ഞലക്കരങ്ങൾ കൊണ്ട് താലോലിച്ച് ശരവണപ്പൊയ്കയ്ക്കു ചുറ്റിലും ആകാംക്ഷാഭരിതയായി കാവൽ നിന്നു. ആകാംക്ഷാഭരിതമായ നിമിഷങ്ങൾ കടന്നു പോവുകയാണ്. അരൂപമായും രൂപമായും ആദിയായും അനാദിയായും ഒന്നായും മൂന്നായും പലതായും പരബ്രഹ്മമായും കാണപ്പെട്ട പരമേശ്വര ജ്യോതിസ് ഒരു ശിശുവിൻ്റെ ഉടൽ രൂപമാണ്ടു. പരാത്പര പ്രഭ ചൊരിയുന്ന 6 മുഖങ്ങളും 6 ഭുജങ്ങളും കൊണ്ട് ലോകരക്ഷാമൂർത്തിയായ ശ്രീ മുരുകദേവൻ ശരവണപ്പൊയ്കയിൽ അവതരിച്ചു. അത്ഭുതകരമായ ആ സന്തോഷവാർത്ത പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞു. നഭോമണ്ഡലം ഭക്തിയുടെ പരമാനന്ദ ലഹരിയിൽ കോരിത്തരിച്ചു. മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇന്ദ്രാദി ദേവകളും മഹർഷി വര്യന്മാരും ആനന്ദത്താൽ പുഷ്പവൃഷ്ടി ചെയ്തു. ത്രിലോക ജീവരാശികൾ ആനന്ദ നൃത്തം ചവിട്ടി. പൂക്കാത്ത ലതകളെല്ലാം പൂത്തുലഞ്ഞു. കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം കായ്ച്ചു. വന്ധ്യകളായ സ്ത്രീകൾ ഗർഭിണികളായി. മുടന്തന്മാർക്ക് പാദങ്ങൾ സിദ്ധിച്ചു. ബദ്രന്മാർക്ക് ആണ്ടവ സ്തുതിഗീതങ്ങൾ കേൾക്കാനായി. മൂകന്മാർ ഭഗവാന്റെ സ്തോത്രങ്ങൾ ജപിച്ച് ആത്മനിർവൃതി കൊണ്ടു. അന്ധന്മാർ പ്രപഞ്ച ജ്യോതിസുകളെ വീക്ഷിച്ച് ജന്മസാഫല്യം പ്രാപിച്ചു. കുമാരൻ്റെ അവതാര മഹിമയിൽ ത്രിലോകവാസികളും ഒരുപോലെ ഈശ്വര ചൈതന്യ പ്രഭാവ മഹത്വം അറിഞ്ഞു. ഈ സമയത്ത് അസുരനഗരങ്ങളിൽ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി. അസുരവീരന്മാരുടെ അധികാരം വിളംബരം ചെയ്തുകൊണ്ട് സ്ഥാപിച്ചിരുന്ന കൊടിമരങ്ങൾ മുറിഞ്ഞു വീണു. അവരുടെ അശ്വഗജാദികൾ ചത്തൊടുങ്ങി. അസുരപത്നിമാരുടെ വലതുഭുജങ്ങളും പുരികക്കൊടികളും ദുർലക്ഷണ സൂചകമായി വിറപൂണ്ടു. ആരാധനാദേവന്മാരുടെ മുമ്പിൽ കൊളുത്തിവെച്ചിരുന്ന നെയ്ത്തിരികൾ പെട്ടെന്നു തന്നെ അണഞ്ഞു. പൂജാവിഗ്രഹങ്ങളുടെ കണ്ഠത്തിൽ അവർ ചാർത്തിയിരുന്ന പൂമാലകൾ താഴെ വീണ് നിലം പതിച്ചു. അവർക്ക് സംഭവിക്കുവാനിരിക്കുന്ന ആപത്തുകളുടെ നാന്ദി കുറിക്കപ്പെടുകയാണ്. ഈ ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ അസുരന്മാർ ഭയപ്പെട്ടു. ആദിമധ്യാന്ത വിഹീനനാണ് മഹാദേവൻ. ഷഡ്ഗുണ സമ്പൂർണനാഥനായ ശിവമഹിമകളുടെ വൈശിഷ്ട്യ പ്രഭാവമാണ് ഷൺമുഖനായ ശ്രീമുരുകൻ. ശരവണപ്പൊയ്കയിൽ ഉത്ഭവിച്ച ശരവണൻ സകല ചരാചരങ്ങളുടെയും രക്ഷകനായി അറുമുഖനായി വിളങ്ങുകയാണ്. വേദപ്പൊരുളിലും മനസ്സിലും വാക്കിലും അറിയുവാൻ കഴിയാതെ എവിടെയും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പരാത്പരനായ ശ്രീ പരമേശ്വരൻ കാരുണ്യം കൊണ്ട് 6 വദനങ്ങളോടുകൂടി ശരവണപ്പൊയ്കയിൽ 1008 ഇതളുകളുള്ള ചെന്താമര പൂവിനുള്ളിൽ ലോകരക്ഷകനായി ആപൽ ബാന്ധവനായി ശ്രീ മുരുകനായി അവതരിച്ചു എന്ന് പറയുന്നതാവും ഏറ്റവും ഉത്തമം. ലോകക്ഷേമത്തിനായി അവതരിച്ച ദേവൻ പഞ്ചഭൂതങ്ങളിൽ നിന്ന് പടിപടിയായി ഉയർന്ന് ആകാശം, കാറ്റ്, കനൽ, ജലം, മണ്ണ് എന്നിവകളുടെ മാർഗത്തിൽ കൂടി സഞ്ചരിച്ച് രൂപം പ്രാപിച്ചു എന്നുള്ളതാണ് സത്യം. ശ്രീ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്ന് ഉത്ഭവിച്ച തീപ്പൊരികൾ ആകാശത്തിൽ നിന്ന് വായുവിൻ്റെ കരങ്ങളിൽ കൂടി അഗ്നിയിലേക്ക് എത്തിച്ചേരുന്നു. അഗ്നിയിൽ നിന്നും പുണ്യനദിയായ ഗംഗയിൽ കൂടി ഒഴുകി ഭൂമിയിൽ എത്തിച്ചേരുന്നു. ശിവജ്ഞാനാഗ്നിയിൽ അരൂപമായി ഭവിച്ച് മണ്ണിൽ രൂപം പ്രാപിച്ച് ശാന്തമായ ശരവണപ്പൊയ്കയിൽ സദാനന്ദ സ്വരൂപമായി വിളങ്ങുകയാണ്. ശിവശക്തിയിൽ നിന്നുത്ഭൂതനായ ഷൺമുഖ ഭഗവാന്റെ ഓരോ ദിവ്യവദനത്തിലും തൃക്കണ്ണുകളുണ്ട്. അപ്രകാരം കുമാരദേവൻ 18 കണ്ണുകൾക്ക് ഉടമയാണ്. ശരവണപ്പൊയ്കയിൽ ചെന്താമരപ്പൂവിനുള്ളിൽ ലോകരക്ഷകനായ ശരവണൻ എഴുന്നള്ളിയിരിക്കുന്നു. ആ അരുൾനായകനെ ദർശിക്കുന്നതിനായി
അനന്തശായിയും ബ്രഹ്മദേവനും കാലദേവനും വരുണഭഗവാനും ദേവേന്ദ്രനും ശരവണപ്പൊയ്കയിൽ എത്തിച്ചേരുന്നു. സാധാരണ ശിശുക്കൾക്കുള്ള വിനോദ ചാബല്യങ്ങളോടുകൂടി വിലസിയിരുന്ന ചിന്മയ സ്വരൂപനെ അവർ ദർശിച്ചു. വാക്കുകളാലും വേദോപനിഷത്തുകളാലും വർണ്ണിക്കപ്പെടുവാൻ അസാധ്യനായ നിത്യനിർമ്മലമൂർത്തിയെ ദർശിച്ച് അവർ ആനന്ദമടഞ്ഞു. എത്ര കണ്ടാലും മതിവരാത്ത ആ മോഹനാകാരത്തെ വീണ്ടും വീണ്ടും കണ്ട് ആസ്വദിക്കണമെന്ന് ദേവന്മാർക്ക് കൊതി തോന്നി. ഗംഗാനദിയുടെ സമീപത്ത് ചേതോഹരമായ ശരവണപ്പൊയ്കയിലെ ചെന്താമരപ്പൂവിനുള്ളിൽ തങ്ങളുടെ രക്ഷകനെ പിഞ്ചു പൈതലായി ദർശിച്ച ദേവന്മാർ കാർത്തിക മംഗമാരെ ഹൃദയത്തിൽ സ്മരിച്ചു. ആ നിമിഷം കാർത്തിക കന്യകമാർ 6 പേരും അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മഹാവിഷ്ണു കന്യകമാരെ ശിവശക്തി കുമാരന് മുലപ്പാലൂട്ടി സേവനം ചെയ്യുന്നതിന് നിയോഗിച്ചു. ശരവണപ്പൊയ്ക ചുറ്റി നിന്ന കാർത്തിക മംഗമാർ ചെന്താമരപ്പൂവിനുള്ളിലുള്ള ശിശുവിനെ കണ്ട് ആനന്ദിച്ചു. അവരിൽ ഉറങ്ങിക്കിടന്നിരുന്ന മാതൃത്വം ഉണരുകയാണ്. അവരുടെ മാറിടങ്ങൾ ചുരത്തി. കാർത്തിക മംഗമാർ, ഞാൻ കുഞ്ഞിനാദ്യം മുലപ്പാൽ നൽകിക്കൊള്ളാം, അല്ല ഞാൻ നൽകിക്കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞ് തമ്മിൽ മത്സരിച്ചു. അങ്ങനെ അവർ തമ്മിൽ സൗന്ദര്യപ്പിണക്കവും ഉണ്ടായി. ഇവരുടെ സൗന്ദര്യപ്പിണക്കങ്ങളെല്ലാം കണ്ട് ഭഗവാൻ ശ്രീ മുരുകദേവൻ സന്തോഷിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തു. ഞൊടിയിടയിൽ അറുമുഖദേവൻ 6 സുന്ദര ബാലന്മാരായി രൂപം മാറി. ആ കാഴ്ച കാർത്തിക മംഗമാരെ ധന്യരാക്കി. അവർ ഓരോരുത്തരും ഓടിച്ചെന്ന് ഓരോ കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് കുഞ്ഞിൻ്റെ ചുവന്നു തുടുത്ത ഇളം കവിളുകളിലും ചെഞ്ചുണ്ടുകളിലും മുത്തങ്ങൾ നൽകി. അവർ എല്ലാവരും കുഞ്ഞിന് മുലപ്പാൽ നൽകി സന്തുഷ്ടരായി. അമൃതപാന സുഖത്തിൽ ആലസ്യം പൂണ്ടിട്ടെന്നതുപോലെ കുമാരന്മാർ മയക്കത്തിലാണ്ടു. അങ്ങനെ ഒന്നായ സദാനന്ദമൂർത്തി 6 രൂപങ്ങളിൽ ശരവണക്കാട്ടിൽ വളർന്നു. കാർത്തിക മംഗമാർക്ക് ശിശുപരിചരണം ഉത്സവമായിരുന്നു. കുമാരൻ്റെ കുസൃതികൾ ആ അമ്മമാരിൽ ആനന്ദം നിറച്ചു. ഇപ്രകാരം ഒന്നായ ശിവകുമാരൻ 6 അത്ഭുത കുമാരന്മാരായി വർത്തിച്ച് അമ്മമാരെ സന്തോഷിപ്പിച്ചു. തൻ്റെ ശൈശവ വിളയാട്ടങ്ങളിൽ കൂടി കാർത്തിക മംഗമാരെ സന്തോഷിപ്പിക്കുക മാത്രമല്ല കുമാരൻ ചെയ്തത്, പവിത്രമായ മാതൃശിശു ബന്ധന മഹത്വം ലോകരെ അറിയിക്കുക കൂടിയായിരുന്നു ഭഗവാൻ ചെയ്തത്. മുരുകന്റെ അപരനാമമായ കുമാരൻ എന്ന പദത്തിൻ്റെ അർത്ഥം മന്മഥനെ തോൽപ്പിക്കുന്നവൻ എന്നാണ്. അതായത് സൗന്ദര്യത്തിൽ മന്മഥനെ തോൽപ്പിക്കുന്നവൻ. അങ്ങനെ അതീവ സുന്ദരനായി കുസൃതികൾ കാട്ടി അമ്മമാരെ സന്തോഷിപ്പിച്ചുകൊണ്ട് കുമാരൻ വളരുകയാണ്. കുമാരൻ എന്നാൽ എന്നെന്നും നാശമില്ലാത്ത യുവത്വമുള്ളവൻ എന്നാണ് അർത്ഥം. ഗംഗാനദിയിൽ ഉത്ഭൂതനായ ശ്രീ മുരുകദേവന് ഗംഗേയൻ എന്ന മറ്റൊരു നാമവും കൂടി ഉണ്ട്. കാർത്തിക മംഗമാർ മുലപ്പാൽ നൽകി താലോലിച്ചു വളർത്തിയ ശ്രീ മുരുകന്റെ മറ്റൊരു നാമം കാർത്തികേയൻ എന്നാണ്. സ്വാമി എന്ന നാമം അനുയോജ്യമായിരിക്കുന്നത് മുരുകനു തന്നെ. അതുകൊണ്ടാണല്ലോ മുരുകൻ വാഴുന്ന മലയെ സ്വാമിമല എന്ന് പറയുന്നത്. സോമനാഥനായ ശ്രീ പരമേശ്വരന് മുരുകൻ പ്രണവമന്ത്രം ഉപദേശിച്ച് സ്വാമിനാഥനാകുന്നു. കുംഭകോണത്തിനടുത്ത് സ്വാമിമല എന്ന പുണ്യസ്ഥലത്ത് വെച്ചാണ് ഈ മഹാസംഭവം നടന്നത്. ബ്രഹ്മണ്യം എന്നത് ശിവനെ കുറിക്കുന്നു. അതോടുകൂടി സു എന്ന ശ്രേയസിനെ കുറിക്കുന്ന പദവും കൂടി ചേർത്ത് സുബ്രഹ്മണ്യൻ എന്ന നാമം മുരുകദേവന് സിദ്ധിച്ചിരിക്കുന്നു. ശ്രീ മുരുകനാമങ്ങളും അവയുടെ അർത്ഥങ്ങളും വളരെയധികം വലുതാണ്.
എങ്കിലും ഭഗവാനെ സ്തുതിക്കുന്നതിന് നാമമന്ത്രമൊന്നു മാത്രം മതിയാകുന്നതാണ്. മുരുകനാമങ്ങളും നാമാർത്ഥ പൊരുളുകളും തേടി നാം അലയേണ്ട യാതൊരു കാര്യവുമില്ല. അറിയാവുന്ന നാമമന്ത്രോച്ചാരണത്തിൽ കൂടി തന്നെ ഉദ്ദിഷ്ട കാര്യസിദ്ധി ലഭിക്കുന്നതാണ്. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? മുരുകദേവൻ ശരവണപ്പൊയ്കയിൽ ജനിച്ച അമഹത്തായ അവതാര കഥയാണ്. ഇപ്രകാരമാണ് സ്കന്ദപുരാണത്തിൽ മുരുകദേവൻ്റെ അവതാര കഥ വർണ്ണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഓം മുരുകായ നമ, ഓം സുബ്രഹ്മണ്യായ നമ, ഓം ശരവണഭവായ നമ എങ്ങനെ ജപിച്ചാലും അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും ജപിച്ചാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി തീർച്ചയാണ്. പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രം. കാരണം തൻ്റെ അമ്മയുടെ രൂപത്തിലാണ് ആ നക്ഷത്രത്തിലുള്ള ആളുകളെ ഭഗവാൻ കാണുന്നത്. തൻ്റെ അമ്മയുടെ നക്ഷത്രമാണ്. ഒരു മാതാവിനോട് ഒരു കുട്ടിക്കുള്ള മുഴുവൻ സ്നേഹവും ഭഗവാൻ അവിടെ വാരിക്കോരി ആ നക്ഷത്രക്കാർക്ക് കൊടുക്കും. അതുകൊണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവരും തന്നെ നിർബന്ധമായും സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക, പഴനി ക്ഷേത്ര ദർശനം നടത്തുക. തീർച്ചയായിട്ടും ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങൾക്കൊക്കെ ശമനമുണ്ടാകും. നിങ്ങൾക്ക് ഈ കഥാഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.